Hello everyone. Welcome to another video of weekly updates from Insight Research Analytics. ഇന്ത്യയുടെ ഓഹരി വിപണി കഴിഞ്ഞ കുറെ ആഴ്ചകളായി വിശേഷ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള സാഹചര്യങ്ങൾ, കോർപ്പറേറ്റ് ലാഭം, സാമ്പത്തിക നയങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ നിഫ്റ്റിയും സെൻസസും സ്ഥിരതയോടെയുള്ള ഒരു മുന്നേറ്റം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകൾ മുഴുവൻ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കണ്ടത്. അമേരിക്കൻ ഇൻഡെക്സുകൾ 3 മുതൽ 3.5% വരെ ഉയർന്ന വലിയൊരു പ്ലസ് പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ടെക് ഷെയറുകൾ റാലിയും നമുക്ക് കാണാൻ സാധിക്കും. മൈക്രോസോഫ്റ്റ് മെറ്റ പ്ലാറ്റ്ഫോം Q1 റിസൾട്ട് പുറത്തുവിട്ടതോടെ ഓഹരികൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റവും ലഭിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വീണ്ടും ലോകത്തെ ഏറ്റവും വില കൂടിയ കമ്പനിയായി മാറി. മാർക്കറ്റ് ക്യാപ് $3.24 ട്രില്യൺ ആയിരിക്കുന്നു. അതിന് പിന്നാലെ ആപ്പിൾ 2ാം സ്ഥാനത്താണ് ഉള്ളത്. അമേരിക്കൻ ഫെഡിന്റെ 2 ദിവസത്തെ മീറ്റിംഗ് മെയ് 7-നാണ് തീരുമാനമായി വന്നിരിക്കുന്നത്. പുറത്തുവരുന്ന ഡാറ്റകളും ട്രംപിന്റെ താരിഫ് തീരുമാനങ്ങളും കമ്പനികൾക്ക് നെഗറ്റീവായി ബാധിച്ചേക്കാം എന്നുള്ള ഒരു ആശങ്കയും നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച യൂറോപ്പ്, ഏഷ്യൻ വിപണികൾ ഉൾപ്പെടെ പ്രധാന ഗ്ലോബൽ സൂചികൾ എല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. ഇന്ത്യയുടെ ഇൻഡെക്സ് 1.27-ഉം സെൻസസ് 1.62-മായി ഉയർന്നു. എന്നാൽ മറ്റു മാർക്കറ്റ്സ് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സ് അല്പം സ്ലോ ആയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് കാശ്മീരിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇതിന് പ്രധാന കാരണമായി വരുന്നത്. പ്രധാന കമ്മോഡിറ്റികൾ കഴിഞ്ഞ ആഴ്ച നെഗറ്റീവ് ആയിരുന്നു. സ്വർണ്ണ വിലയിൽ $40 കുറവുണ്ടായി. വെള്ളിയാഴ്ച US മാർക്കറ്റിൽ സ്വർണം ഔൺസിന് $3040.88 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം രൂപയുടെ മൂല്യം ഡോളറായി താരതമ്യപ്പെടുത്തുമ്പോൾ ബെറ്റർ ആയിരിക്കുകയാണ്. ഇത് വെള്ളിയാഴ്ച 84.63 എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. രാജ്യത്തിന്റെ വിദേശ വിനിയോഗ ഇൻഡെക്സ് $688.13 ബില്യൺ ഉയർന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക അന്തരീക്ഷം സ്ഥിരതയുള്ളതും മെച്ചപ്പെട്ടതായിരിക്കുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സൂചികയാണ്. ഇതുവരെയുള്ള Q4 റിസൾട്ട്സ് പുറത്തു വരുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോ മെറ്റീരിയൽ വില ഉയർന്നിട്ടും പല കമ്പനികളുടെ ലാഭം നിലനിർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഇതാണ് വിപണിയിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നിലനിർത്താൻ സഹായകമായത്. നിലവിൽ 150ഓളം കമ്പനികൾ റിസൾട്ട്സ് പ്രഖ്യാപിച്ചു. HDFC ബാങ്ക് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ബാങ്കുകളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ഈ ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ് $184.44 ബില്യൺ ആണ്. ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയോടും ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലോകത്തിലെ മൂല്യമേറിയ 100 കമ്പനികളിൽ ഇന്ത്യയിൽ നിന്നുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക് എന്നിവയും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. TCS, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, SBI എന്നിവയും ഈ പട്ടികയിലുണ്ട്. ഇന്ത്യയുടെ ആഗോള കോർപ്പറേറ്റ് സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണിത്. T-Mobile USA-യിലെ ഏറ്റവും വിലയേറിയ ടെലികോം കമ്പനിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഭാരതി എയർടെൽ ഇപ്പോൾ 6ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ടെസ്ല ലോകത്തെ ഏറ്റവും മൂല്യമേറിയ വാഹന നിർമ്മാണ കമ്പനിയാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ടൊയോട്ട അതിന് തൊട്ടു പിന്നാലെയുണ്ട്. മാരുതി സുസുക്കി ഇപ്പോൾ 10ാം സ്ഥാനം നേടി ആഗോള വിപണിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ കരുത്തിനെ സൂചിപ്പിക്കുന്നു. മാരിറ്റ് ഇന്റർനാഷണൽ ലോകത്തിലെ നമ്പർ 1 ഹോട്ടൽ ഗ്രൂപ്പാണ്. ഹിൽട്ടൺ 2ാം സ്ഥാനത്താണുള്ളത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള താജ് ഹോട്ടൽ ഇപ്പോൾ 7ാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗം ആഗോള നിലയിൽ ശ്രദ്ധേയമാകുന്നതിന്റെ തെളിവാണ് ഇത്. വ്യാപകമായി വിലയിരുത്തുകയാണെങ്കിൽ ആഗോള ഓഹരി മാർക്കറ്റ് ക്യാപിറ്റൽ US തന്നെയാണ് മുൻപന്തിയിലുള്ളത്. ചൈന, ജപ്പാൻ അതിനു പിന്നാലെ ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഉള്ളത്. ഈ വളർച്ചയുടെ ഭാഗമായി അടുത്ത കാലത്ത് ജപ്പാനെയും ചൈനയും പിന്നിലാക്കാനുള്ള സാധ്യതകളും ഇന്ത്യക്കുണ്ട്. ഭീകരാക്രമണ ഭീഷണിയും അതിനാൽ വരുന്ന അനിശ്ചിതത്വവും നമ്മളെ സൂക്ഷ്മതയോടെ നോക്കാൻ നിർബന്ധിച്ചെങ്കിലും ഇന്ത്യയുടെ കോർപ്പറേറ്റ് രംഗത്തെ ശക്തി, അതോടൊപ്പം തന്നെ ആഗോള തലത്തിലുള്ള വളർച്ചയും മെച്ചപ്പെട്ട ആഗോള റാങ്കിങ്ങും നിക്ഷേപത്തിനുള്ള ശക്തമായ അടിസ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. കഴിഞ്ഞ കുറെ ആഴ്ചകളിലെ സാമ്പത്തിക, കോർപ്പറേറ്റ്, കമ്മോഡിറ്റി, ആഗോള സമ്പദ് വ്യവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുമ്പോഴാകട്ടെ ഇന്ത്യൻ വിപണി സ്ഥിരതയുള്ളതും പ്രതീക്ഷകൾ നിറഞ്ഞതുമായ ഒരു പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറുന്നതോടെ വിപണിയിൽ ഒരു പോസിറ്റീവ് സിഗ്നലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണങ്ങൾ പോലുള്ള ലഘുലക്ഷ്യ പ്രശ്നങ്ങൾ താൽക്കാലികമായി വിലയിരുത്തുന്നതിനാലും വിപണി അതിന് ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക അടിസ്ഥാനങ്ങൾ വളരെ ശക്തമായിട്ടാണ് ഉള്ളത്. താൽക്കാലിക അനിശ്ചിതത്വങ്ങളെ മറികടന്ന് വിപണി ദീർഘകാലത്തിൽ വളരാനാണ് കൂടുതൽ സാധ്യത. കൃത്യമായ സ്റ്റോക്ക് തിരഞ്ഞെടുപ്പും അടിസ്ഥാനപരമായ വിശകലനവുമാണ് വിജയകരമായ ഒരു നിക്ഷേപത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ് ഇൻ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.